വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. ഈ PM ശ്രീ വിഷയത്തിൽ കേരള ഗവൺമെൻറ് കേന്ദ്രവുമായി ഒരു MOU ഒപ്പിട്ടു എന്നുള്ളത് വസ്തുതയാണ്. അതാരും നിഷേധിക്കാൻ കഴിയില്ല. ഒപ്പിട്ടതിന് ശേഷം ഈ വിഷയം ഒപ്പിടാത്തത് മൂലം തടഞ്ഞു വെച്ചിരുന്ന ചില ഫണ്ടുകളും റിലീസ് ചെയ്തു. ഇപ്പോഴും വേറൊരു ഫണ്ട് ഇതിനു വേണ്ടി റിലീസ് ചെയ്തു. അപ്പോൾ അന്ന് ഈ വിഷയത്തിൽ ഒപ്പിട്ടതിന് ശേഷം പിന്നീടൊരു തടസ്സം ഈ കാര്യത്തിൽ ഗവൺമെൻറ് പറഞ്ഞത് എപ്പോഴാണ്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു, LDF വിഷയങ്ങളുണ്ടായി. എല്ലാ ഭാഗത്തുനിന്നും ആരെയും അറിയിക്കാതെ ഗവൺമെൻറ്റിലെ സഖ്യകക്ഷികളെയും മന്ത്രിസഭയും പോലും അറിയിക്കാതെ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉയർന്നു വന്നത്. തുടർന്ന് അവർ ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത് എന്താ? ഞങ്ങളൊരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ തീരുമാനം അറിയിക്കുന്നത് വരെ ഈ ഒപ്പിട്ട കരാർ തൽക്കാലം കെപ്റ്റ് ഇൻ അബെയൻസ്, തൽക്കാലം നിർത്തിവെക്കുക എന്ന് അറിയിച്ചു. അതിനുശേഷം നിരന്തരം ഈ വിഷയത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കത്തുകൾ വരുന്നുണ്ട്. ഇതിലെന്താണ് നിങ്ങളുടെ നിലപാട്? ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. ഒപ്പിട്ട് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച. അന്ന് മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കി, ആ മന്ത്രിസഭ ഇപ്പോൾ ഇല്ല, ആ ഉപസമിതി ഇല്ല. അപ്പോൾ അതേ പണി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളും ചെയ്യുന്നത്. ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉപസമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കും. അത്രയല്ലേ ഉള്ളൂ. ഇപ്പം തുടരുന്നില്ലല്ലോ. കഴിഞ്ഞ മെയ് മാസത്തിലും കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ട്, കാരണം ഒപ്പിട്ട കരാറിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത നടപടിക്രമങ്ങളുണ്ട്. ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പിട്ടത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. ഒപ്പിടാതെ നിൽക്കുകയായിരുന്നല്ലോ ഇത്രയും കാലം. നമ്മൾ കേരളവും തമിഴ്നാടും ബംഗാളുമാണ് ഒപ്പിടാതെ നിന്നിരുന്നത്. ഒപ്പിട്ടപ്പോൾ അന്ന് CPM BJP ഡീലെന്ന് ആരോപിച്ചത് UDF ആണ്. ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്ത് ഈ പദ്ധതി എതിർക്കാനായിട്ട് എന്തുകൊണ്ട് UDF-നോ ലീഗിനോ ഇപ്പോൾ കഴിയുന്നില്ല? അല്ല, അങ്ങനെ ആ ചോദ്യം പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റുമായി ഒപ്പിട്ട കരാറാണ്. അതിൻ്റെ തുടർച്ച വരുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും പരിശോധിച്ചേ പറ്റുള്ളൂ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേന്ദ്രത്തിന് എന്തെങ്കിലും ഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടോ? അതിൽ ഇവിടെ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ PM ശ്രീ എന്ന് പറഞ്ഞിട്ടല്ല പണം തരുന്നത്. PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞു വെച്ചു. ഈ ഒപ്പിട്ടതിൻ്റെ 4-ാം ദിവസം SSK ഫണ്ടിൽ 93 കോടി അറൗണ്ടാണ്, 92 സംതിങ് ആണ്, 93 കോടി രൂപ റിലീസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും കാലം തടഞ്ഞു വെച്ചത് ഒപ്പിടാത്തതുകൊണ്ടായിരുന്നു. ഒപ്പിട്ടപ്പോൾ PM ശ്രീക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, കേന്ദ്രം നമുക്ക് തരേണ്ട SSK വിഹിതം, SSK ഫണ്ട് തന്നു. വീണ്ടും പിന്നീടൊരു 6-7 കോടി വന്നു. അങ്ങനെ 99 കോടി രൂപ ആ ഇനത്തിൽ വന്നിട്ടുണ്ട്. അത് PM ശ്രീ ഫണ്ടല്ല എന്നാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അതിലൊരു സ്റ്റാൻഡ് എടുത്ത്. അതല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല PM ശ്രീ ഫണ്ടാണ്. PM ശ്രീ ഒപ്പിടാത്തത് കൊണ്ട് തരേണ്ട കേന്ദ്ര ഫണ്ട്, തടഞ്ഞു വെച്ച കേന്ദ്ര ഫണ്ട് റിലീസായി. ആ ഫണ്ടും വാങ്ങി. മനസ്സിലായില്ലേ? പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷം മാത്രമേ പോകൂ എന്നുള്ളതാണ്. അത്ര തന്നെ. അതായത് ഇതിൻ്റെ തുടർ നടപടി, ഇതിപ്പോൾ ഒപ്പിട്ട കരാറാണ്. ഇതിൻ്റെ തുടർ നടപടി ഈ പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ സെലക്ഷനാണ്. 265 സ്കൂളുകളിലാണ് ഇത് ആദ്യഘട്ടം നടപ്പാക്കുക. അപ്പോൾ അതിൻ്റെ സെലക്ഷനാണ് അടുത്ത കാര്യം. അത് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നുള്ള നടപടിക്രമങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഇനി ഈ ഉപസമിതിയുടെ തീരുമാനത്തിന് ശേഷം